ഒരു ഡിസ്ക് ബ്രേക്ക് ആക്കാനായിട്ട് നമുക്ക് ഡിസ്കോട് കൂടിയുള്ള അലോയിലും 2 ഫുട് സ്റ്റെപ്പ് ഇല്ലേ, നമ്മുടെ റൈറ്റും ലെഫ്റ്റും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലാണ് ബ്രേക്ക് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാലിപ്പറും അതിൻ്റേതായ ഫിറ്റ്മെൻറ്റ്സ് എല്ലാം വേണം. സ്വിങ് ആമ നമുക്ക് പഴയ സ്വിങ് ആമ തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഞാനിതിനകത്ത് ഫുള്ള് പുതിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഫിക്സഡ് ആയിരുന്നു എൻ്റെ. ഞാനിപ്പോൾ ഇത് രണ്ടാമത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്നുകൂടെ അയച്ച് പെയിൻറ്റ് ചെയ്തതായിരുന്നു. പിന്നെ എന്തായാലും അയച്ച സ്ഥിതിക്ക് ഞാൻ അവിടെ വന്നത് ക്ലീൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ഇപ്പുറത്തും 2 സൈഡും നല്ലപോലെ ക്ലീൻ ചെയ്തായിരുന്നു. ഇനി ഫിക്സിംഗ് ആണ്. നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആ 2 സ്പ്രിങ് ആമിൻ്റെ പിന്നിലും ഗ്രീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷും നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഫിക്സ് ആക്കിയിരുന്നോളും. പിന്നെ സാധാരണ പോലെ നമ്മൾ സ്വിങ് ആം കയറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുട് സ്റ്റെപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ചെയിൻ ഫിക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, നമ്മൾ ഡിസ്ക് ആണല്ലോ പിടിപ്പിക്കുന്നത്, അതുകൊണ്ട്. ചെയിനും സ്പ്രോക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ 2 ഷോക്ക് അബ്സോർബറും റൈറ്റും ലെഫ്റ്റും ഫുട് സ്റ്റെപ്പും നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടയറാണ് കയറ്റേണ്ടത്. ടയർ അലൈൻ ആയതിനു ശേഷം നമ്മുടെ കാലിപ്പർ ഹോൾഡർ ചെയ്യുന്ന ഒരു പീസ് ഉണ്ട്. ആ പീസാണ് നമ്മളിപ്പോൾ പിടിപ്പിക്കണം. ബ്രേക്കിൻ്റെ കാലിപ്പർ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിങ് ആമിൽ നിന്ന് ഒരു റോഡ് വരുന്നുണ്ട്. ആ റോഡ് നമ്മുടെ കാലിപ്പർ സപ്പോർട്ടിങ്ങിൻ്റെ പീസിനകത്ത് ബോൾട്ട് ചെയ്തിട്ട് നമ്മുടെ കാലിപ്പർ നോർമലായിട്ട് കണക്ട് ചെയ്താൽ മതിയാവും. ഞാൻ ബ്രേക്ക് പാഡ് ഫിക്സ് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്യണം.